ഞാനിപ്പോൾ നിൽക്കുന്നത് കാസ സാന്താ മാർത്തയുടെ കുറച്ച് മുമ്പിലായിട്ടാണ്. ഞങ്ങൾ ഇപ്പോൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യോപചാരം അർപ്പിച്ച് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഞാൻ വിൻസെൻഷ്യൻ ബിഷപ്പായ അപ്പോളോനിയസ് സേനാപതി ഹിസ് എക്സലൻസിയെ കണ്ടുമുട്ടാനായിട്ട് ഇടയായത്. 2016 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് റായ്ഗഡ് രൂപതയിലെ ആദ്യത്തെ മെത്രാനായിട്ട് ബിഷപ്പിനെ അപ്പോയിന്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് പിതാവിനോട് ചോദിക്കാം പിതാവിൻ്റെ ഇപ്പോഴുള്ള മനസ്സിൻ്റെ പ്രത്യേകമായ ചിന്തകളും വികാരങ്ങളും. യുവർ എക്സലൻസി അപ്പോളോനിയസ് സേനാപതി, the first bishop of Raigad Diocese in Odisha, Vincentian Bishop. So happy to be with you in this moment. I would like to ask you, what is your sentiments and feeling because you were appointed by His Holiness Pope Francis, and today, especially in the translation ceremony, this body was brought to the Basilica, and you paid homage to our Holy Father. So. And first of all, we lost a great dynamic leader of Catholic Church, as Pope Francis. And he wanted to be a reform and in the church, but he's the synodality. And he wanted to work together with the people of God, and it was a great reformation to the church for this 21st century. And we lost and personally I lost a dynamic leader and appointed Bishop of the new diocese of Raigad in Odisha in 2016 on 11th of April. That's all. ഹിസ് എക്സലൻസി പറയുന്നത് ഇങ്ങനെയാണ്: ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണം തിരുസഭയ്ക്ക് മാത്രമല്ല, മാർപ്പാപ്പയുടെ മരണം ആഗോള സഭയ്ക്ക് തന്നെ തീരാ നഷ്ടമാണ്. അദ്ദേഹം പറയുന്നത് വി ഹാവ് ലോസ്റ്റ് എ ഗ്രേറ്റ് ലീഡർ, മഹാനായ ഒരു നേതാവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല തിരുസഭയുടെ റിഫോർമേഷന് വേണ്ടി ഒരുപാട് അധ്വാനിച്ച ഒരു പിതാവാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. എസ്പെഷ്യലി സിനഡാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം സഭയിൽ വരുത്തുവാൻ ശ്രമിച്ച ആ ഒരു നവീകരണം സഭയുടെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു നവീകരണം തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ബിഷപ്പ് പറയുകയാണ് അദ്ദേഹത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അപ്പോയിന്റ് ചെയ്തത്. അപ്പം ഒരു വ്യക്തിപരമായൊരു ആഴമായൊരു സ്നേഹബന്ധം, ഒരു ആത്മബന്ധം, അതോടൊപ്പം തന്നെ തിരുസഭയ്ക്കും ലോകത്തിനും തീരാ നഷ്ടമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ വിയോഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത്. ഫ്രം വത്തിക്കാൻ, നിയർബൈ Casa Santa Marta, for Goodness Television channel, Father Joby Paul.